ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീറിനും ബിക്കനീറിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമ്മൾ വളരെ ലേറ്റായിട്ട് അങ്ങനെ ഒരു പെട്രോൾ പമ്പ് കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ ഈ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മളങ്ങനെ നേരെ ബിക്കനീറിലേക്കൊരു യാത്രയാണ്. കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വണ്ടി ടെൻറ്റൊക്കെ മടക്കി ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം പോണ വഴിക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഈ ഇത്രയും കോടയും നടപ്പുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കുറച്ചും കൂടെ അങ്ങ് മാറിയിട്ട് ടെമ്പറേച്ചർ ഒന്ന് താഴുമ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ നേരെ ഇനി ബിക്കനീർ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബിക്കനീറിലേക്കുള്ള യാത്രയിലാണ്. ബിക്കനീറിലേക്ക് ഇനി നമുക്ക് ഏതാണ്ട് 150 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ഇപ്പോൾ സമയം ഒരു ഏതാണ്ട് ഒരു 8 മണിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഫുൾ കോടയാണ്. റോട്ടിൽ എന്താണെന്നൊന്നും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പയ്യാണ് പോകുന്നത്. വണ്ടികൾ ഈ സ്കൂട്ടറുകൾക്കും അങ്ങനെയുള്ള സാധനങ്ങൾ ലൈറ്റ് ഇല്ലാണ്ടും ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യാണ്ടൊക്കെ ഒരുപാട് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാളവണ്ടിയും അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഒരുപാട്. ഈ ഒട്ടകത്തിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബിക്കനീറിൽ തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർബീർ കൺസർവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ പരുന്ത്, നമ്മുടെ കഴുകന്മാരെയൊക്കെ പ്രിസർവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീറ്റ ഇട്ട് കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നൊരു സ്ഥലമാണ്. ഇത് രണ്ടുമല്ല, പല സ്പീഷീസിലുള്ള ഇതേമാതിരിയുള്ള ഇത് അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ജോർബേർ കൺസർവേഷൻ സെൻറ്ററിൽ വന്നേക്കുവാണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുകന്മാരും മറ്റേ പരുന്തുകളും അവരെയൊക്കെ സംരക്ഷിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് ഇവർ ഈ മീറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും അതുങ്ങൾക്ക് തിന്നാൻ വേണ്ടി. അങ്ങനെയുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ പയ്യെ എൻ്റെ ഉള്ളിലേക്ക് വണ്ടി കൂടെ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ കൺവേർഷൻ സെൻറ്ററിൻ്റെ അകത്തേക്കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഇതിൽ കൂടെ വണ്ടി ഓടിക്കാവോ എന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ ചോദിക്കാൻ ഒരു മനുഷ്യക്കുഞ്ഞില്ല. ഇവിടെ ഒരാളില്ല. അവിടെ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്തൊന്നും ഒരാളില്ല. നമ്മൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പയ്യെ തുറന്ന് ഞങ്ങൾ വണ്ടി അകത്തേക്ക് കയറ്റി അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇങ്ങനെ വിജനതയാണ് കംപ്ലീറ്റ്. അപ്പോൾ ഈ ചെറിയ ചില മരങ്ങളിൽ ഈ കഴുകന്മാരും പരുന്തുകളൊക്കെ ഇരിപ്പുണ്ട്. ഭയങ്കര മൂടലായത് കാരണം നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറയിൽ കിട്ടുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ട്രാക്ടറും 2-3 ബയ്യന്മാരും ഒക്കെ വന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ട്രാക്ടറിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയി. അങ്ങനെ കുറേ ഇതിനകത്ത് ഒരുപാട് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശാലമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം പോയി അവസാനം ഒരു വണ്ടിയുടെ അടുത്ത് നിർത്തി. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് വളരെ
വിചിത്രമായൊരു കാഴ്ച കാണാൻ പറ്റി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിറ്റികളിലൊക്കെ മരിച്ചു വീഴുന്ന പശുക്കളും അങ്ങനെയുള്ള എന്ത് ഈ ജീവജാലങ്ങളാണെങ്കിലും അവർ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് അത് സെപ്പറേറ്റ് ചെയ്ത് തോലൊക്കെ അവർ നമ്മുടെ അറക്കുന്ന പോലെ കംപ്ലീറ്റ് അറുത്ത് ഈ പക്ഷികൾക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഫൂട്ടേജസൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രമാത്രം അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോ പിള്ളേരൊക്കെ കാണുന്നതല്ലേ, അപ്പോൾ അത് കുറച്ച് ഭയങ്കര ഇതാണ്, അത് റോ ആയിട്ടാണ് അവർ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ കണ്ടിരിക്കാൻ അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ പയ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റൊക്കെ തിന്ന് ജീവിക്കുന്ന പശുക്കളാണത്. ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന പശുക്കളുണ്ടാവുമല്ലോ, നോർത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടത്. അപ്പോൾ ഈ വേസ്റ്റ് മെയിനായിട്ട് മരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവറ് ഭക്ഷിച്ചിട്ട് അവരുടെ ഡൈജഷൻ ശരിയാവാണ്ട് അങ്ങനെ മരിക്കുന്നതാണ്. കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വയറ് കീറുമ്പോൾ നിറച്ച് പ്ലാസ്റ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത് അവർ. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ കണ്ടു. ഒത്തിരി നേരം കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി കുറേ നേരം നിന്ന് ഇത് ചെയ്തു. പക്ഷെ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. നേരെ ബിക്കനീറിൽ പോകണം. ബിക്കനീർ ഭയങ്കര ഫേമസ് ആണ്. ഈ ചാറ്റ്സിനും സ്വീറ്റ്സിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പോയി നോക്കാം, കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബിക്കാനീറിലെ ഭയങ്കര ഫേമസ് ആയ ഒരു ചാറ്റ് കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ വന്ന് ഓണറിനോട് സംസാരിച്ചപ്പോൾ ആൾ ചെന്നൈയിൽ ഒരുപാട് നാൾ കട നടത്തിയ ആളാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻസാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹം. അപ്പോൾ ആൾ വന്ന് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ ഉള്ളത് സമോസ, പിന്നെ നമ്മുടെ മുളകിൻ്റെ ബജ്ജി പോലത്തെ വേറൊരു ഐറ്റം, പിന്നെ നമ്മുടെ ആലു എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ വെച്ചിട്ടുള്ള അങ്ങനെ 3 ഐറ്റവും, പിന്നെ രാജ് കച്ചോരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എല്ലാം അവിടെയുള്ള എല്ലാ സാധനവും ട്രൈ ചെയ്തു. റേറ്റ് അത്ര ചീപ്പല്ല, എന്നാൽ അത്ര കത്തിയുമല്ല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ സാധനത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ ഇത് ചെയ്യാണ്. കൊള്ളാം സാധനം. ചിലതിന് ഭയങ്കര നമ്മുടെ ഇംലി എന്ന് പറഞ്ഞാൽ പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇത് രാജ് കച്ചോരി ട്രൈ ചെയ്യാണ്. അടിപൊളി. സൂപ്പർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ അലുവ സ്വീറ്റ്സ് ട്രൈ ചെയ്യാണ്. ഞാനും കഴിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല. വേണ്ട, ഇത് ആപ്പിളാണോ? തേങ്ങയാണോ? മൂന്നിനും 3 ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് തേങ്ങയാണ്. ഇതെന്നാ സാധനം? ഇതെന്നാ? അതൊന്ന് വെച്ചേ ഭയ്യോട് ചോദിക്കാലോ. भैया ये कैरेट का है. कैरेट എന്ന് വെച്ചാൽ 320 340 320 340. അവൻ ഹിന്ദിയിലാണ് പറഞ്ഞിരുന്നത്. आइटम क्या है मुझे? ये गाजर का हलवा है. गाजर का हलवा, गोंद पाक है, दाल का हलवा है. ഓ, അവിടെ 4 വേറെ സ്വീറ്റും കൂടെ വേറെ ഓർഡർ ചെയ്യണം. മൊത്തം 6 ഓർഡർ ചെയ്തു. ഇതെല്ലാം കൂടെ കഴിക്കണോണ്ട് ഇതിനൊരു ഹലുവയുടെ നമ്മുടെ ഹലുവല്ല ലഡുവിൻ്റെ ഒരു ടേസ്റ്റ് ലഡുവിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞതിന് വേണ്ടി ബാക്കി ഒന്നും കഴിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഒരു മധുരം പോലെ.
ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബിക്കനീറിൽ നിന്ന് യാത്ര തിരിച്ചു. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനം ശ്രീഗംഗാനഗറാണ്. ശ്രീഗംഗാനഗർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് രാജസ്ഥാൻ ബോർഡർ ആയിട്ട് വരുന്ന പാകിസ്ഥാനും പഞ്ചാബും രാജസ്ഥാനും കൂടി വരുന്ന ഒരു ചെറിയൊരു പോയിൻ്റാണ് ശ്രീഗംഗാനഗർ. അപ്പോൾ നമുക്കിനി ഏതാണ്ട് ഒരു 250ഓളം കിലോമീറ്റർ ഇവിടുന്ന് യാത്ര ചെയ്യാനുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിങ്ങനെ വിജനതയിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരുഭൂമിയാണ്. മരുഭൂമിയിൽ ഫുള്ള് മൂടൽമഞ്ഞും തണുപ്പും, ഒരു രക്ഷയില്ല. മരുഭൂമിയാണ്, എന്നാൽ ഭയങ്കര തണുപ്പും പരിപാടികളുമാണ്. അപ്പോൾ എൻ്റെ അതേ പുറകിൽ ആരാന്ന് നോക്കിയേ, നമ്മുടെ രാജസ്ഥാനിലെ സ്വന്തം ആൾക്കാരുണ്ട് ഇതാ ഇവിടെ. ഇത് നോക്കിയേ, അടിപൊളി. നമ്മുടെ ഒട്ടകങ്ങളാണ്. നല്ല സെറ്റപ്പ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ വഴിയിലിങ്ങനെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. തേടിയുള്ള യാത്രയാണ്. വൈകുന്നേരം 3:30-4 മണിയായി. ഇവിടെ സൂര്യന് ഒന്നും വലിയ പ്രസക്തി ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താ തണുപ്പെന്നറിയോ, കോടമഞ്ഞ് ഇങ്ങനെ മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു മരുഭൂമിയാണത്. മരുഭൂമിയിൽ ഇതാണ് അവസ്ഥ എങ്കിൽ മേളിലായിട്ട് എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കാൻ വയ്യ. 24 മണിക്കൂറും തീ കായും. 24 മണിക്കൂറും തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ. ഞങ്ങളെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ ഇത് കണ്ടു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഈ ഉച്ച സമയത്തൊക്കെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചായിരുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴല്ലേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഫുള്ളിങ്ങനെ മൂടൽമഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ, കാഴ്ചകൾ കാണാം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി വണ്ടി ഒന്ന് നിർത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴി സൈഡിൽ ഫുള്ള് നമ്മുടെ ഓറഞ്ച് വെക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണ്, എത്ര രൂപയാണെന്നൊക്കെ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ അതേ കണ്ടോ, 100 രൂപയ്ക്ക് 6 കിലോ നമ്മുടെ ജ്യൂസ് ഓറഞ്ച്. ഇവിടെ കിനോ എന്നാണ് പറയുക അതിന്. 100 രൂപയ്ക്ക് 6 കിലോ. നല്ല ഫ്രഷ് സാധനം ഇതുണ്ടോ, എൻ്റെ ഇലയും കുന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്. അടിപൊളി അടിപൊളിയായിരിക്കും അല്ലേ? ചോദിക്കണ്ടോ, സംശയമുണ്ടല്ലേ? ഇത് എവിടെന്നാ കൃഷി എവിടെയാന്ന് ചോദിച്ചേ? എവിടെന്നാ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കെനുവൊക്കെ വാങ്ങിച്ച് യാത്രയാണ്. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞത് മുന്നോട്ട് പോയാൽ ഇതിൻ്റെ തോട്ടം ഒരുപാട് കാണാൻ പറ്റുന്ന, നമുക്ക് നോക്കാം മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ മുന്നോട്ട് കുറച്ച് വന്നപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് കെനുവിൻ്റെ കൃഷിയാണിത്. ഇവിടെ നിന്നൊക്കെ വിളവെടുത്തതാണ്. അതാണിപ്പോൾ ഒന്നും കാണാത്തത്. തൊട്ടപ്പുറത്ത് ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ് കെനു മരങ്ങളിൽ. എന്നാ രസമാണെന്നറിയോ കാണാൻ. ഇങ്ങനെ പച്ച
പച്ച മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഓറഞ്ച് കളർ ഇങ്ങനെ നിൽക്കും. പ്രത്യേക ഒരു ഭംഗി, ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല, ഭയങ്കര ആംബിയൻസാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുപോയി നമുക്ക് യാത്ര തുടരാം, കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ശ്രീഗംഗാനഗർ ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.